ഞാനിവിടെ മാങ്ങ അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് മാങ്ങ ഇന്നലെ അരിഞ്ഞ് മൺചട്ടിക്കകത്തിട്ട് വെച്ചിരുന്നു. അതിനാവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണ്ട കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ മാങ്ങയല്ലേ, പുളിരസം ഉള്ളതല്ലേ, അതുകൊണ്ട് വേറെയുള്ള പാത്രത്തിലൊന്നും വെക്കാൻ അതുകൊണ്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കുറച്ചധികം മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മൺചട്ടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. നല്ലെണ്ണ ഒഴിച്ചു, ചൂടാകട്ടെ. ഞാൻ ഇതിലേക്ക് കടുകിടാൻ പോവുകയാണ്. കടുകിട്ട് 2 ഉലുവയും കൂടെ, ഉലുവ ഞാൻ പൊടിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ 2 ഉലുവയും കൂടെ ഇടുകയാണ്. ഇട്ടൊന്ന് ഞാൻ ഇതിനകത്തേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞു. വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഇടാം ഇതിനകത്തേക്ക്. ഇഞ്ചിക്കും ഒന്ന് മൂക്കണ്ടേ. ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഒന്ന് ചുമന്ന് വരുന്നവരെ ഇളക്കാം. ഇവിടെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അതിന് പച്ചമുളക് കൂടെ ഇടാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൊണ്ടിടാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മൂക്കട്ടെ. വറ്റൻമുളക് ഇടാൻ മറന്നുപോയി. എപ്പോഴും മറന്നു പോകുന്ന സംഭവമായത്. ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഇടുകയാണ്. ഒരുപാടങ്ങ് ചുമക്കണ്ടേ. അതൊരു ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട്, ആവശ്യത്തിന് മുളക് പൊടി, എരിക്കനുസരിച്ച് മുളക് പൊടി. അച്ചാറിനൊക്കെ ഇച്ചിരി അധികം എരിവ് വേണം. ഞാനതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീ കുറച്ച് വയ്ക്കാം. കരിഞ്ഞു പോയി. മൺചട്ടിക്ക് ഒരു ചെറിയ ചൂടുണ്ടല്ലോ, ഒന്ന് പച്ചമണം മാറട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ചത്, അതിൻ്റെ പുളി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ പുളിവെള്ളമാണിത്. അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. ഞാനത് കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. കായപ്പൊടി നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാനങ്ങ് വിട്ടുപോയി. ഞാനത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പൊടി ചേർത്തപ്പോൾ ഇടേണ്ടതായിരുന്നു കായപ്പൊടി, ഞാൻ പിന്നെ വിട്ടുപോയി. അതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് ഇനി നമുക്കിനകത്തോട്ട്
വിനാഗിരി ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അതിനകത്തോട്ട് തട്ടാം. മാങ്ങ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാ. ഇനി ഇത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഉപ്പിടാം. പിന്നെ ഈ പൊടിച്ച് വെച്ചേക്കുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ചതിനകത്തോട്ടിടാം. ഇങ്ങനെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. പലരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പം ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇത് മാങ്ങ ഞാൻ കഴുകി തുടച്ച് വെള്ളം നനവൊന്നുമില്ലാതെ തുടച്ചിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതാണ്. പൂത്തുപോവാതിരിക്കാൻ അച്ചാറിരിക്കുമ്പോഴേ ചെയ്തതാണ്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടിലൊന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് ഒന്ന് തിളയ്ക്കണ്ട, ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ ഞാൻ. വെള്ളം നനവൊന്നും ഇല്ലല്ലോ മാങ്ങയ്ക്ക്. അതുകൊണ്ട് പിന്നെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാറങ്ങനെ റെഡിയായി.